ബയോളജീൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ പാർട്സ് ഓഫ് എവല്യൂഷനാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം എവല്യൂഷൻ എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ 9th സ്റ്റാൻഡേർഡിലും ഒക്കെ ആയിട്ട് ഹെറിഡിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ഹെറിഡിറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ എവല്യൂഷൻ സാധാരണ പഠിക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന് കാരണമായിട്ടുള്ള എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളൊരു ചിത്രം കാണാം അല്ലേ. ഇതിൽ നമ്മളുടെ മോഡേൺ എലിഫൻറ്റ്, ആഫ്രിക്കൻ എലിഫൻറ്റും അതേപോലെ തന്നെ വുളി മാമത്ത് എന്ന് പറയുന്ന ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് തിങ് ആണ് കാണുന്നത് അല്ലേ. അപ്പം കണ്ടുവരുന്നത് വെച്ചാൽ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ ഈ വുളി മാമത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ എലിഫൻറ്റിനെ ആൻസെസ്ട്രൽ ആയിട്ടുള്ള ഒരു ആനിമൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ആ വുളി മാമത്ത് എന്നാണ് ഇവോൾവ് ചെയ്തിട്ട് ഇന്ന് കാണുന്ന മോഡേൺ എലിഫൻറ്റ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഈ വുളി മാമത്ത് പല കാരണങ്ങൾ കൊണ്ട്, എൻവയോൺമെൻറ്റൽ റീസൺസ്, അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ ഹണ്ടിങ് കാരണമൊക്കെയാണ് എന്ത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല വ്യത്യാസങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എന്താണ് നോക്കാം. അപ്പോൾ ഈ വുളി മാമത്ത് എന്ന് പറയുന്നത് കോൾഡ് ക്ലൈമറ്റ്സിൽ ജീവിക്കാൻ രീതിയിലാണ് അതിൻ്റെ ശരീരത്തിന് ഘടനയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് വുളി എന്ന് പറയാൻ കാരണം എന്താ, തിക്ക് ഫർ ആണ് അല്ലേ. അതിൻ്റെ ശരീരത്തിൽ നല്ല രോമങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇയേഴ്സ് ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ വുളി മാമത്തിൻ്റെ ഇയർ വളരെ ചെറുതാണ് കമ്പയർഡ് ടു നമ്മൾ ഇന്നത്തെ എലിഫൻറ്റ്. മോഡേൺ എലിഫൻറ്റിൻ്റെ ചെവി കണ്ടില്ലേ, നല്ല ലാർജ് ആയിട്ടുള്ള സൈസാണ് ഉള്ളത്. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ എന്താ വെച്ചാൽ ലോങ് കേർവ്ഡ് ആയിട്ടുള്ള ടസ്ക്കാണ്. ഇതിൻ്റെ കൊമ്പ് കണ്ടില്ലേ, നല്ല നീളമുള്ളതും കേർവ്ഡ് ആയിട്ടുള്ള ടസ്ക്കാണ് ഇതിനുള്ളത്. അപ്പം ഇതിന് ആ ബോഡീൻ്റെ ഹീറ്റ് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അതിൻ്റെ ഇയറിൻ്റെ സൈസ് ചെറുതായിട്ടുള്ളത്. ഓക്കെ, അതാണ് വുളി മാമത്തിൻ്റെ പ്രത്യേകത. ഇനി നമ്മളുടെ മോഡേൺ എലിഫൻറ്റ്സ് നല്ല വാമർ ക്ലൈമറ്റിന് സർവൈവ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ശരീരത്തിൻ്റെ ഘടനയുള്ളത്. അപ്പം നമ്മളുടെ ഇന്ത്യൻ എലിഫൻറ്റ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ശരീരത്തിൽ രോമം കുറവാണല്ലേ. അതാണ് നമ്മൾ കോഴ്സ് അല്ലെങ്കിൽ സ്പാർസ് ഹെയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇയേഴ്സ് കണ്ടോ, വലുപ്പം കൂടുതലാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വലുപ്പം കൂടാൻ കാരണം, ഇപ്പോൾ ഇതിൻ്റെ ബോഡീൻ്റെ ടെമ്പറേച്ചറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ലാർജ് സൈസുള്ള ഇയേഴ്സ് ഇതിനുള്ളത്. അതാണ് എന്ത് പറയുന്നത്, ഹീറ്റ് ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഡിസിപ്പേറ്റിന് ഹീറ്റ് കുറയ്ക്കുക. പിന്നെ കുറച്ചും കൂടി സ്ട്രെയിറ്റർ ആയിട്ടുള്ള ടസ്ക്കാണ് അല്ലേ. ഇതിനെ പോലെ വളഞ്ഞതൊന്നുമല്ല, വളവ് ഇത്രയേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി സൈസ് ചെറുതാണ്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടസ്ക്കാണ് ഇതിനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്? ഇങ്ങനെ കോൾഡ് ക്ലൈമറ്റിൽ ജീവിക്കാൻ ഒരു ആൻസെസ്ട്രും അത് വർഷങ്ങളായിട്ട് കടന്നു വന്നിട്ട് അത് ഇപ്പം വാർമർ ക്ലൈമറ്റിൽ ജീവിക്കാനുള്ളൊരു രീതിയിലായി മാറി. അതെങ്ങനെ സംഭവിച്ചു, അതിന് കാരണം എന്താണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള സബ്ജക്റ്റ്. അതിന് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് ഓരോ മാറ്റങ്ങൾ എന്താണോ എൻവയോൺമെൻറ്റിൽ സംഭവിച്ചത് അതനുസരിച്ചിട്ട് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലും ആ മാറ്റങ്ങൾ കാണുക. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ്, ജനിതകമായിട്ടുള്ള ഘടനയിൽ വരുന്ന മാറ്റം ഒരു പോപ്പുലേഷൻ. ഇപ്പോൾ എലിഫൻറ്റിന് എക്സാമ്പിൾ, എലിഫൻറ്റ് പോപ്പുലേഷൻ കൂട്ടം, സക്സസീവ് ജനറേഷൻ, അടുത്തടുത്തുള്ള ജനറേഷൻ അങ്ങനെ മാറി 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 അതിൽ ലീഡിങ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സ്പീഷീസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അപ്പം എലിഫൻറ്റിന് തന്നെ നമുക്ക് ഇന്ത്യൻ എലിഫൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഏഷ്യൻ എലിഫൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആഫ്രിക്കൻ എലിഫൻ്റ് ഉണ്ട്. അപ്പം ഒരേ എലിഫൻ്റ് എന്ന് പറയുന്ന 2 സ്പീഷീസാണത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ജനറ്റിക് മേക്കപ്പിൽ വന്ന മാറ്റങ്ങൾ അത് ഓരോ ജനറേഷൻ ഇങ്ങനെ മാറി മാറി വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുതിയൊരു സ്പീഷീസ് ഉണ്ടായി. അങ്ങനെ നമ്മളുടെ ഭൂമിൻ്റെ അകത്ത് പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായതാണ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജനറ്റിക് മേക്കപ്പ് പോപ്പുലേഷൻ ഓവർ സക്സസീവ് ജനറേഷൻ ലീഡിങ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സ്പീഷീസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതാണ് എവല്യൂഷൻ. അപ്പം ഓർഗാനിസംസ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, തണുപ്പ് ഇതിൽ ജീവിച്ചിരുന്ന ഒരു ഓർഗാനിസമായിരുന്നു ഇപ്പം വാം ആയിട്ടുള്ള ക്ലൈമറ്റിൽ ജീവിക്കാൻ പാകപ്പെട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ബയോഡൈവേഴ്സിറ്റിയിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസൊക്കെ ഇൻവോൾവ് ആയി വന്നിട്ടുണ്ട്.
അല്ലേ? അങ്ങനെ ഈ എങ്ങനെയാണ് ഈ സംഭവിച്ചത്, ഇതിൻ്റെ കാരണം എന്താണ് കണ്ടുപിടിക്കുന്നുള്ളൊരു ആ ഒരു ആകാംക്ഷ, അതിനാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ഈ സയൻസിന് കുറച്ചും കൂടി ആക്കം കൂട്ടിയത്. അപ്പോൾ പല സയൻറ്റിസ്റ്റും ഇതിനെപ്പറ്റി പഠനങ്ങളൊക്കെ നടത്തി അവരവരുടേതായ രീതിയിലുള്ള പല തിയറീസും ഫോർവേഡ് ചെയ്തു. അതിൽ 1-2 തിയറി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ബയോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ലാമാർക്കിസം എന്ന് പറയുന്നൊരു തിയറിയാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റിന് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലേ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ടത്, അടിത്തറ പാകിയത് ഈ ലാമാർക്ക് എന്ന് പറയുന്ന ബയോളജിസ്റ്റാണ്. ബയോളജിക്കൽ എവല്യൂഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തി. അപ്പം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ജിറാഫിൻ്റെ ഏൻസെസ്ട്രൽ എങ്ങനെയായിരുന്നു? നോർമലായിട്ടുള്ള നെക്കുള്ള ഒരു കുതിരേനെ പോലുള്ള ഒരു ഓർഗാനിസമായിരുന്നു ജിറാഫിൻ്റെ ഏൻസെസ്റ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ പോപ്പുലേഷൻ അങ്ങോട്ട് കൂടിയപ്പം ഇതിന് താഴത്തുള്ള ലീഫ് കിട്ടാതായി. അപ്പോൾ ആ ലീഫ് കിട്ടണമെങ്കിൽ, ഉയരത്തിലുള്ള ലീഫ് കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെ നെക്കിൻ്റെ ഭാഗം, അല്ലേ, കഴുത്തിൻ്റെ ഭാഗം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഉപയോഗം, കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഉപയോഗം കൂടിക്കൂടി വന്നതോടുകൂടി ഇതിനെന്തായി? ഇതിൻ്റെ നെക്ക് ഇങ്ങനെ കഴുത്തിന് നീളം കൂടാൻ തുടങ്ങി. അത് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്കും ഈ നെക്കിൻ്റെ ആ നീളം, ആ പ്രത്യേകത കൈമാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ, നേടിയെടുത്ത പ്രത്യേകതകൾ. അപ്പോൾ ആ എക്വയർഡ് ക്യാരക്ടേഴ്സ് ഒരു ജനറേഷന് വേറൊരു ജനറേഷന് ഇങ്ങനെ കൈമാറി വന്നു. അപ്പം ഓരോ ജനറേഷനിൽ ഇവർ ആ നെക്ക് അങ്ങോട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇപ്പം കാണുന്ന മോഡേൺ ജിറാഫിൻ്റെ നെക്ക് ഇത്രയും നീളം കൂടിയത് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. ഓക്കെ, ഉപയോഗം കൂടിയതുകൊണ്ട്. ഇപ്പോൾ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. അപ്പം ലാമാർക്കിസ് എന്താ? എക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മളിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ആ പ്രത്യേകത. അപ്പം അത് എങ്ങനെയാണ് ഒരു ജനറേഷൻ മറ്റേ ജനറേഷനിലേക്ക് പോയത്? അപ്പം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, ഒരു ഓർഗാനിസത്തിൻ്റെ കാലയളവിൽ, അല്ലേ, അതിൻ്റെ ലൈഫ് ടൈമിൽ എന്താണോ അത് ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നീളം കൂടിയ നെക്ക്, അതതിൻ്റെ ഓഫ് സ്പ്രിങ്ങിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുന്നു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പം ഇത് 2 പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, യൂസ് ആൻഡ് ഡിസ്യൂസ്, ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും. അപ്പം ഒരു അവയവം, ഓർഗൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അതെന്താവുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, സ്ട്രോങ്ങറായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്യൂസിലുള്ള ഒരു ഓർഗൻ വീക്കറായിട്ട് മാറുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ നേടിയെടുത്ത പ്രത്യേകത, അത് ഈ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിൽ പാസ് ഓൺ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഈ കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുന്നത്? ലാമാർക്കിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഈ ജിറാഫാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അതാണ് ലാമാർക്കിസം. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു തിയോറിറ്റിക് ആയിട്ടുള്ള കാര്യം. പിന്നെ അദ്ദേഹത്തിന് ശേഷം രണ്ടാമതായിട്ട് വന്ന ആളാണ് ചാൾസ് ഡാർവിൻ. അപ്പം ചാൾസ് ഡാർവിൻ ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അപ്പം ഈ ചാൾസ് ഡാർവിൻ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്ത് ഈ പഠനങ്ങളൊക്കെ നടത്തിയത്. അപ്പം ചാൾസ് ഡാർവിൻ എന്താ ചെയ്തത്? HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ ഗാലപ്പാഗോസ് ഐലൻഡ്സിൻ്റെ അവിടെ യാത്രയൊക്കെ ചെയ്ത് അവിടെ ഫിഞ്ച് എന്ന് പറയുന്ന പക്ഷീൻ്റെ നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഈ മാറ്റങ്ങൾക്ക് കാരണം എന്താണ്, എവല്യൂഷൻ ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയതും ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. ഡാർവിനിസം എന്ന് പറയുന്ന ആ പ്രപ്പോസൽ തിയറി ചെയ്തതും, അതായത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പം അദ്ദേഹം ഒബ്സർവ് ചെയ്ത പക്ഷി ഏതാണ്? ഫിഞ്ച് എന്ന് പറയും. 14 ടൈപ്സ് ഓഫ് ഫിഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത് ഗാലപ്പാഗോസ് ഐലൻഡിൽ. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഒരു 2-3 ഫിഞ്ചിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഡാർവിൻ്റെ ഈ തിയറി നമുക്ക് ബയോളജിയിൽ മാത്രമല്ല മെഡിസിൻ, അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റൽ സയൻസ് അവിടെയൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു തിയറിയാണ്. അതും കൂടി നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം ഇവിടെ ഇത് കാണാനാണ് ഏൻസെസ്ട്രൽ ഫിഞ്ച് എന്ന് പറയുന്നത്. അതായത് ശരിക്കുള്ള ഫിഞ്ച് ഇങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ട് പുതിയ വെറൈറ്റി അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ഓഫ് ഫിഞ്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ചിത്രത്തിൽ ഈ ബേർഡിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള എന്താണ്? സീഡാണ്.
അല്ലേ? ഫുഡ് സീഡാണ്. ഇവിടെ ഈ ഫിഞ്ചിൻ്റെ ഫുഡ് എന്താ? കാക്ടസ് ആണ്. ഇത് കാക്ടസ് ഈറ്റേഴ്സ് ആണ്. ഇത് സീഡ് ഈറ്റിംഗ് ഫിഞ്ചാണ്. പിന്നെ ഇവിടെയുള്ള മൊസ്കിറ്റോ അല്ലെങ്കിൽ ഇൻസെക്റ്റ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസെക്റ്റ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ഫിഞ്ചാണ്. അപ്പം ഫിഞ്ച് എന്ന് പറയുന്ന ഒരേ പക്ഷി തന്നെ, പക്ഷേ ഇവരുടെ ഭക്ഷണം 3 ടൈപ്പാണ്, അല്ലേ? ഭക്ഷണം 3 ടൈപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചിത്രം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഈ 3 പക്ഷികളുടെ കൊക്കിൽ, ബീക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരേപോലെയാണോ? ഒരേപോലെയല്ല, അല്ലേ? ഇതിൻ്റെ ബീക്ക് സീഡ് തിന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ എളുപ്പത്തിൽ സീഡ് തിന്നാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ബീക്കുള്ളത്. അതേപോലെ കാക്ടസിനെ കഴിക്കുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ കാക്ടസ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ഫിഞ്ചിൻ്റെ ബീക്കുള്ളത്. ഇൻസെക്റ്റ് ഈറ്ററിൻ്റെ ബീറ്റ് ഈ ഇൻസെക്റ്റിനെ പിടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്താണോ അതേ രീതിയിലാണ് ഇവിടെ അതിൻ്റെ ബീക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലേ? മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് ചാൾസ് ഡാർവിൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ജീവിക്കാൻ വേണ്ടി മാറ്റങ്ങൾ എന്തൊക്കെയാണോ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ആ മാറ്റം അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ആൻസസ്ട്രൽ ഫിഞ്ചെന്ന് ഇങ്ങനെ പുതിയൊരു സ്പീഷീസ് ആയിട്ട് രൂപാന്തരം ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഈ ഡാർവിനിസം അല്ല അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് പ്രത്യേകതകൾ കൂടിയാണ്. അതെന്താ പറയുന്നത് വെച്ചാൽ, ഓർഗാനിസം ആവശ്യമുള്ളതിനെ കാട്ടി, സർവൈവ് ചെയ്യുന്നതിനെ പറ്റുന്നതിനെ കാട്ടിയും കൂടുതൽ ഓർഗാനിസം ഉണ്ടാവുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ ബെനിഫിഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഏതാണോ അത് മാത്രം സർവൈവ് ചെയ്യും, അല്ലേ? ബെനിഫിഷ്യലായിട്ടുള്ള അത് പ്രത്യേകതകളുള്ള ഓർഗാനിസംസ് മാത്രം എന്ത് ചെയ്യും? ജീവിക്കും. ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകും. അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവർക്ക് എന്താണോ പ്രത്യേകത ഉണ്ടായിരുന്നത്, ജീവിക്കാൻ എന്തൊക്കെ പ്രത്യേകതയാണ് ഉണ്ടായിരുന്നത്, അത് അവരടുത്ത ജനറേഷനിലേക്കും പാസ് ഓൺ ചെയ്യും. ട്രേഡ്സ് പറഞ്ഞാൽ എന്താ? പ്രത്യേകതയാണ്. ആ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫിഞ്ചിൽ കണ്ട പോലെ തന്നെ ഒരു ഫിഞ്ചുള്ളത് 3 ഡിഫറെൻറ്റ് ടൈപ്സായി. അതാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അങ്ങനെ പല സ്പീഷീസായിട്ട് മാറാനുള്ള റീസൺ ഇതാണ്. അങ്ങനെ അവസാനം വരുന്നത് അവർ ബെറ്റർ അഡാപ്റ്റഡ് ടു ദെയർ എൻവയോൺമെൻറ്റ്. അപ്പം അവരുടെ ചുറ്റുപാടിൽ ജീവിക്കാൻ വേണ്ടി അവർ അഡാപ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രത്യേകതകൾ അവരുടെ ശരീരത്തിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഡാർവിൻ കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഡാർവിനിസം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഓവർ പ്രൊഡക്ഷൻ, അതായത് ജീവിക്കാൻ പറ്റുന്നതിനെ കാട്ടിയും കൂടുതൽ ഓർഗാനിസംസ് ഉണ്ടാക്കുന്നുണ്ട്, ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്നുണ്ട്. എൻവയോൺമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാട്ടിയും കൂടുതൽ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് വേരിയേഷൻസ്. ഓക്കെ, വേരിയേഷൻസ് എന്താ? ഓർഗാനിസംസ് പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കാം. അതിൻ്റെ സൈസോ, ഇമ്മ്യൂണിറ്റി എന്താ? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്കേടിനെ, അതായത് നമ്മളുടെ പ്രതിരോധം എന്ന് പറയും, സൂക്കേടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധം, അതാണ് ഇമ്മ്യൂണിറ്റി. സീഡ് പ്രൊഡക്ഷൻ, ചെടികളാണെങ്കിൽ സീഡ് കൂടുതൽ ഉണ്ടാക്കാം, ഒന്നുകിൽ കൂടുതൽ പ്രാവശ്യം സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് എന്ത് വരുന്നത്? പ്ലാന്റ്സിൻ്റെ കേസിൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, അതാണ് വേരിയേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യമാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഭക്ഷണം, ഷെൽട്ടർ, മേറ്റ് പറഞ്ഞാൽ ഇണ, അല്ലേ? പാർട്ട്ണർ, അതൊക്കെ ലിമിറ്റഡാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഓർഗാനിസംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. അതിലാരാണോ സക്സസ്ഫുൾ ആവുന്നത് അതെന്ത് ചെയ്യും? ലൈഫ് കണ്ടിന്യൂ ചെയ്യും. അതുതന്നെയാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ ആരാണോ വിജയിക്കുന്നത് അവരെ നമ്മൾ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിൽ പെടുത്തും. ആ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിൽ അവർ എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പുതിയ ജനറേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാരാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലാസ്റ്റ് പോയിൻ്റ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് അടുത്ത ജനറേഷനിലേക്ക് ഇവർ കൈമാറും. അങ്ങനെ പുതിയ പുതിയ വേരിയേഷൻസ് കാലം മാറുന്നതനുസരിച്ചിട്ട് ഈ ഓർഗാനിസത്തിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ആ പ്രത്യേകത അടുത്ത ജനറേഷനിലേക്ക് കൈമാറിയിട്ടുണ്ടാവും. ആരാണോ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ആ സ്പീഷീസ് നശിച്ചു പോയിട്ടുണ്ടാവും. മറ്റുള്ളത് എന്തായിട്ടുണ്ടാവും? പുതിയ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും, പുതിയ സ്പീഷീസായിട്ട് മാറിയിട്ടുണ്ടാവും.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.